ഓർക്കാതെ മെല്ലെ ചേർക്കും നേരത്തുമീ വിറയ്ക്കുന്നുമേ മാറും വേറെന്തിനോ ആശിച്ചു. ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലഞ്ച് മാസത്തെ കൊടും തണുപ്പിന് ശേഷം സൗദിയുടെ കാലാവസ്ഥ മാറുന്നതിൻ്റെ ഒരു അടയാളം എന്നോണമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന മഴ. പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് സൗദിയുടെ മിക്ക പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. ഏപ്രിൽ അവസാനം എത്തുമ്പോഴേക്കും താപം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കാറുണ്ട്. കടൽ തീരത്തോട് ചേർന്നുള്ള പ്രവിശ്യകൾ, അതായത് കോബാർ, ദമാം പോലുള്ള പ്രവിശ്യകളെ അപേക്ഷിച്ച് തായിഫ് അങ്ങനെയുള്ള മറ്റ് പ്രവിശ്യകളിലേക്ക് കാലാവസ്ഥയിൽ ഇടയ്ക്ക് മാറ്റങ്ങൾ വരാറുണ്ട്. കൊടുംചൂടിൽ നിന്നൊക്കെ വ്യത്യാസം വരാറുണ്ട്. ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ ഉള്ള കാലാവസ്ഥാ മാറ്റത്തിൽ 1-2 മഴ മാത്രമാണ് സൗദിയിൽ ലഭിക്കാറുള്ളത്. വളരെ ചുരുങ്ങിയ മഴ. നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഞാൻ കണ്ട സൗദിക്കില്ല, കുറവാണ്. കാരണം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഫെബ്രുവരി മാസത്തിൽ തണുപ്പ് കാലം അവസാനിക്കുന്നതിൻ്റെ സൂചനകൾ നൽകി അന്തരീക്ഷോഷ്മാവ് ഉയർന്നു തുടങ്ങുന്നതോടെ പൊടിക്കാറ്റ് വീശിയടിക്കുന്നു. അതാണ് ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു അടയാളം. അങ്ങനെ ഒരു പൊടിക്കാറ്റ് വീശുകയോ മഴയുടെ ലാഞ്ചന തുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം സൗദിയിലെ കാലാവസ്ഥ മാറ്റം വരാൻ പോവുകയാണ്. അതായത് ചൂടിൽ നിന്ന് തണുപ്പിലേക്കോ അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോകാൻ നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചൂട് അല്ല, തണുപ്പ് കാലാവസ്ഥയായിരുന്നു. അതിൽ നിന്ന് നമ്മളിനി ചൂട് കാലാവസ്ഥയിലേക്ക് പതിയെ മാറാൻ പോവുകയാണ്. ചില പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞ പൊടിപടലങ്ങൾ അതിശക്തമായ ചുഴലിക്കാറ്റായി അടിച്ചു വീശാറുണ്ട്. മാത്രവുമല്ല, പൊടിക്കാറ്റ് വീശുന്ന സമയങ്ങളിൽ മണൽ നിറമണിഞ്ഞ അന്തരീക്ഷം മൂലം ആകാശത്ത് നിന്നുള്ള കാഴ്ച മുങ്ങാറുണ്ട്. അത്തരം അവസരങ്ങളിൽ വിമാന സർവീസുകൾ വരെ അവതാളത്തിലാകാറുണ്ട്. പൊടിക്കാറ്റിൽ അന്തരീക്ഷം ഇരുട്ട് മൂടുന്നതിനാൽ വഴിയാത്രക്കാരും വാഹനമോടിക്കുന്നവരും ദിശയറിയാതെ വലയുന്ന കാഴ്ചയും വിരളമൊന്നുമല്ല. വർഷത്തിൽ വളരെ വിരളമായി കിട്ടുന്ന ഒരു കാഴ്ചയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പകർത്തി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.
മാത്രവുമല്ല, മഴ തുടങ്ങുമ്പോൾ തന്നെ സൗദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കും. കാരണം അണ്ടർപാസുകൾ, അടിപ്പാതകളൊക്കെ വെള്ളം കൊണ്ട് ചിലപ്പോൾ നിറയാം. വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതും അവർക്ക് മുൻകരുതലെടുക്കണം എന്നതുകൊണ്ട് തന്നെ അടിപ്പാതയിലേക്കുള്ള വഴിയൊക്കെ അവർ ചിലപ്പോൾ തടസ്സപ്പെടുത്തും, ബ്ലോക്ക് ചെയ്ത്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, അതിന് മുന്നോടിയായി തന്നെ ഓടകൾ വൃത്തിയാക്കുന്ന കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തിരിക്കും. ആകാശം ചുരിയും നിറതാരങ്ങളുമായി ഒരു വെൺമേഘം പോലെ ഓർമ്മപ്പുഴമീങ്ങി മാറിക്കുളിരേ എന്നീ മൗനം പാടേ. കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ 1 കിലോമീറ്റർ പോലും കാണാൻ കഴിയാത്ത വിധം പൊടിമൂടിക്കിടക്കുന്ന അന്തരീക്ഷത്തിൽ പാലിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് സൗദി സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. കൽവിലക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്നു പരിഭവം മെല്ലയോടി വന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡൊക്കെ നല്ല തിരക്കുള്ള റോഡാണ്. ഇന്ന് അവധിയായത് കാരണവും മാത്രമല്ല, ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന സമയം രാവിലെ 6:40. അപ്പം അതുകൊണ്ടുള്ള തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഈ 4, 5, 6 വരി പാതയും നല്ല തിരക്കായിരിക്കും. നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. ഞങ്ങൾ സൗദിയിലുള്ളതുകൊണ്ട് തന്നെ സൗദിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാം.
ഡ്രൈവ് സ്റ്റോറീസ് എന്നും പറഞ്ഞിട്ട് ഒരു സീരീസ് പോലെ കുറച്ച് വീഡിയോസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കമൻസിലൂടെ വീഡിയോയുടെ സജഷൻസൊക്കെ തരണം. വീഡിയോ ലൈക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കുക. മാത്രമല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നീലശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വന്തവനികയും വസന്തവുമായി തിരയുന്ന എൻ ഹൃദയമേ എന്റെ കൂടെ ഉണ്ടാവുമെന്നും. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.